നമസ്കാരം. എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡയമെൻഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് കുറച്ച് ചോദ്യങ്ങളും കുറച്ച് സജഷൻസും ഒക്കെ കിട്ടിയിരുന്നു. അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഡയമെൻഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് പോയാൽ അത് ആരെങ്കിലും പെട്ടെന്ന് ഈ വീഡിയോ കാണാൻ ഇടയാകുകയാണെങ്കിൽ അവർക്ക് ആദ്യമുള്ള പാർട്ട് കണ്ടില്ലെങ്കിൽ കൂടെ ഒരു പക്ഷേ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു വിചാരത്തോടെയാണ് അങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് സീറോത്ത് ഡയമെൻഷൻ. സീറോത്ത് ഡയമെൻഷൻ ഈസ് എ പോയിന്റ്. എനിത്തിങ് ദാറ്റ് ലിവ്സ് വിത്തിൻ ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് എ സീറോ ഡയമെൻഷണൽ ബീങ്. വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ്സ് ഉണ്ടാകും. ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. എനിത്തിങ് ദാറ്റ് ലിവ്സ് വിത്തിൻ ദാറ്റ് ലിമിറ്റ് ഓഫ് എ ലൈൻ ഈസ് കോൾഡ് എ വൺ ഡയമെൻഷണൽ ബീങ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 2 to the power of 2 which is 4 points. അതൊരു പ്ലെയിൻ ആയിരിക്കും. ആ പ്ലെയിനിൽ എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 2 ഡയമെൻഷണൽ ബീയിങ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷനിൽ ഒരു സ്പേസ് ആണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എങ്ങനെ വരുന്ന ഒരു സ്പേസ് ആണ്. നമ്മളെല്ലാം 3 ഡയമെൻഷണൽ ബീയിങ്സ് ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ചുറ്റുപാട് നോക്കുന്നത് എല്ലാം തന്നെ നമുക്ക് 3 ഡയമെൻഷണൽ ബീയിങ്സ് ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്തത്, ഒരു ഹയർ ഡയമെൻഷനിലുള്ള ബീയിങ്സിന് ലോവർ ഡയമെൻഷനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അവരുടെ കേപ്പബിലിറ്റി എല്ലാം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ ഒരു ലോവർ ഡയമെൻഷണൽ ബീയിങ്സിന് ഹയർ ഡയമെൻഷണൽ ബീയിങ്സിൻ്റെ കേപ്പബിലിറ്റി ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഒരു ലോവർ ഡയമെൻഷണൽ ബീയിങ്ങിന് ഒരു ഹയർ ഡയമെൻഷണൽ ബീയിങ്ങിനെ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പേഴ്സ്പെക്റ്റീവ് അതിന് ലഭ്യമല്ല, അല്ലെങ്കിൽ അതിന് ആക്സസിബിൾ അല്ല. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് നമ്മളൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ഈ പ്ലെയിനിന് മേലെ ഉള്ളതൊന്നും 2 ഡയമെൻഷണൽ ബീയിങ്ങിന് കാണാൻ പറ്റില്ല. അതിന് എപ്പോഴാണ് കാണാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്ലെയിനിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ്. ടച്ച് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് വിസിബിൾ ആയിട്ടിരിക്കും. പിന്നെ അതിൽ കൂടെ ഇത് എന്താ പറയുക, ഈ പ്രതലത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ പിന്നെ കാണാൻ പറ്റുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ മോർ ഓർ ലെസ് ലൈക്ക് ആൻ എലിപ്റ്റിക്കൽ ഷേപ്പ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷേപ്പായിരിക്കും 2 ഡയമെൻഷണൽ ബീയിങ്ങിനെ കാണാൻ പറ്റുക. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെ അതിന് കണ്ട് മനസ്സിലാക്കാൻ ഉള്ള കഴിവുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ 3 ഡയമെൻഷണൽ ബീയിങ് ആണ്. നമുക്ക് 4 ഡയമെൻഷണൽ ബീയിങ് ആയിട്ടുള്ള ഒരു 4 ഡയമെൻഷണൽ ബീയിങ്ങിനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഉള്ള പെർസ്പെക്റ്റീവ് വിച്ച് ഈസ് ലിമിറ്റഡ് ടു 3 ഡയമെൻഷൻ. അതിന് നമ്മൾ 4th ഡയമെൻഷൻ പറയുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടൈമാണ്. പക്ഷേ ഇത് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് നമുക്കുള്ളത് വളരെ കൂടുതലാണ്. 2 to the power of 4 which is 16 അല്ലേ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ 4th ഡയമെൻഷനിൽ പറഞ്ഞപ്പോൾ ടൈം എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ആക്സസ് പറഞ്ഞിരുന്നു. അതായത് ഒരാൾക്ക് ഒരു പ്ലെയിനിൽ കൂടെ എങ്ങനെ വേണമെങ്കിലും നടക്കാൻ പറ്റും, നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇസ് സെക്കൻഡ് ഡയമെൻഷൻ, ദെൻ ജമ്പിങ് ഇസ് ദ തേർഡ് ഡയമെൻഷൻ, 4th ഡയമെൻഷൻ ഇസ് ടൈം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച് വളർന്ന് അങ്ങനെ ഒരു പീരീഡ് കടന്നു പോയതിന് ശേഷം നമുക്ക് ടൈമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, നമ്മുടെ ബാല്യകാലത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു 4th ഡയമെൻഷണൽ ബീയിങ്ങിന് പറ്റും. പക്ഷേ 3rd ഡയമെൻഷണൽ ബീയിങ്ങിന് പറ്റില്ല. 3rd ഡയമെൻഷണൽ ബീയിങ്ങിനുള്ള ആക്സസ് എന്ന് പറയുന്നത് പ്രസന്റ് മാത്രമാണ്. ഒരു പോയിന്റ് അല്ലേ, നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ് റൈറ്റ് നൗ. ഇതിന് കഴിഞ്ഞിട്ടുള്ളതോ ഇതിന് മുമ്പുള്ളതോ നമുക്ക് ടൈമിൽ ആക്സസ് ഇല്ല. നമുക്ക് ആക്സസ് ഉള്ളത് ജസ്റ്റ് ലൈക്ക് എ പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് 3 ഡയമെൻഷണൽ ബീയിങ് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോയിന്റ് പോലെ നമുക്ക് ടൈമിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് പ്രസന്റ് ആണ്, റൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതുകൊണ്ട് ഒരു 4th ഡയമെൻഷണൽ ബീയിങ്ങിനെ നമുക്ക് കറക്റ്റ് അതിൻ്റെതായ പേഴ്സ്പെക്റ്റീവിൽ ഒരിക്കലും കാണാൻ കഴിയില്ല, റൈറ്റ്. സോ ഇനി നമ്മൾ ഒരു പോയിന്റ് ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിൽ ചെയ്യാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെന്തെങ്കിലും ചേഞ്ച് ടൈമിൽ വരുത്താൻ പറ്റുമോ
റൈറ്റ്. നമുക്ക് ആക്സസ് പ്രസൻറ്റിൽ മാത്രമാണെന്ന് പറഞ്ഞാൽ ആ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ടൈമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തില്ല. അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. യെസ്, നമുക്ക് പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ടൈമിന് ചേഞ്ച് വരുത്താൻ പറ്റും എന്നുള്ളത് പ്രൂവ്ഡ് ഫാക്ടറാണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ഫാക്ടറാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്. ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ലോകം കണ്ടതിൽ ഏറ്റവും ബുദ്ധിമാന്മാരിലായ ഒരാളായിരുന്നു ഐൻസ്റ്റീൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റി തിയറി വെച്ചിട്ട് ആണ് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് ടൈം ഡൈലേഷൻ. ടൈമിന് വ്യത്യാസം വരുന്നു എന്നാണ്. എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ഹയർ ഡീറ്റെയിൽസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന അതിൻ്റെ റിലേറ്റിവിറ്റി അനുസരിച്ച്, അതായത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് നമ്മൾ അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഫിക്സഡ് പോയിന്റിലുള്ള ടൈമും നമ്മളുടെ ടൈമും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അതായത് നമ്മൾ ടൈം മൂവ് ചെയ്യുന്നത്, അവരെ ടിക്ക് ചെയ്യുന്നത് കുറേ കൂടെ മെല്ലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് വളരെ രസകരമായൊരു കഥയുണ്ട്. ആ കഥ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 40-45 വയസ്സായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യുകയാണ്. വളരെ സുന്ദരിയായ ക്യൂട്ടായിട്ടുള്ള ഒരു സെക്രട്ടറിയാണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു സെക്രട്ടറിയെ. അപ്പോൾ സെക്രട്ടറിക്കാണെങ്കിലും ഇദ്ദേഹത്തോട് വളരെ വലിയ ആരാധനയുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താ പറയുക, ഒരു മാരേജിലേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പം അതിനെന്താണ് മാർഗം എന്ന് ഈ സയൻറ്റിസ്റ്റ് ഇരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഉത്തരം കിട്ടുകയാണ്. അതായത് ഏതോ കാരണത്താൽ അദ്ദേഹം ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയെ കുറിച്ച് വായിക്കുകയാണ്. അപ്പോൾ വായിച്ച് അതിന് അനുസരിച്ച് ഇദ്ദേഹം ഇത് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം തുള്ളിച്ചാടാണ്. ഐ ഗോട്ട് സംതിങ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടറിയോട് വിളിച്ചിട്ട്, ഞാൻ ഒരു ടൂറ് പോലെ പോവുകയാണ്, ഞാൻ പോയിട്ട് വരുന്നവരെ എൻ്റെ ഓഫീസ് റൺ ചെയ്യണം, ഇതൊരു വാക്കാണ്, അതൊരു ഇയാൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയാം. റൈറ്റ്. എന്നിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ടൂർ പോകുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സൂപ്പർ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കും. ആ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കി അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ടു ലൈറ്റിൻ്റെ സ്പീഡാണ്. ഇദ്ദേഹം ഈ സ്പേസ് ഷിപ്പിൽ കയറിയിട്ട് ഒരു ടൂർ പോകും. വേൾഡ് ടൂറല്ല, ഒരു ഇൻ്റർസ്റ്റെല്ലാർ ട്രാവൽ, അതേപോലെ അത് ഇൻ്റർപ്ലാനറ്ററി ട്രാവൽ പോലെ ഇദ്ദേഹം പോവുകയാണ്. ഇദ്ദേഹം പോകുന്നത് വെരി ക്ലോസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ചുറ്റി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തെ പ്ലാനിൽ ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹം ഇതിനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് ഭൂമിയിൽ വരികയാണ്. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയും? ഇദ്ദേഹം പോയിട്ട് തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും എർത്തിലെ ടൈം ഏതാണ്ട് 10-15 വർഷം മുമ്പോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഇദ്ദേഹം ഏതാണ്ട് മാസങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. കാരണം അദ്ദേഹം പോകുന്ന സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡാണ്. വെൻ വി ആർ ഗോയിങ് വെരി ക്ലോസ് ടു ലൈറ്റ്, ഓർ ലൈറ്റിൻ്റെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ടൈം സ്റ്റില്ലാകും, അത്രയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. അതിന് ക്ലോസ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഏജിൽ ഡിഫറൻസ് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ ഏജ് 10-15 വർഷം കൂടി. ഇപ്പോൾ പ്രോബ്ലം സോൾവ് ആയി, അദ്ദേഹം തിരിച്ചു വന്നു, എന്നിട്ട് സെക്രട്ടറിയെ മാരേജ് ചെയ്യുക. ഇങ്ങനെ ഉള്ള ഒരു പ്രതിഭാസത്തെയാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തത് വളരെ ചെറിയ എമൗണ്ട് ഓഫ് ടൈം നമുക്ക് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഫാക്ട്, ദാറ്റ് ഈസ് എ പ്രൂവൺ ഫാക്ട്. അതായത് അപ്പോൾ നമുക്ക് 3 ഡയമെൻഷണൽ ബീയിങ്സിനും ടൈമിനെ കൊണ്ട് ചെറിയ കളികളൊക്കെ കളിക്കാൻ പറ്റും, പ്രൊവൈഡഡ് നമുക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. നമ്മുടെ പ്രസൻറ്റ് ടൈമിനെ
മൂവ് ചെയ്യുന്നത് മെല്ലെ ആക്കാൻ പറ്റും. നമ്മൾ പ്രകാശത്തിൻ്റെ സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് ടൈമിനെ സ്റ്റില്ലായിട്ട് നിർത്താൻ പറ്റും. അതായത് നമ്മൾ പറയില്ലേ എന്നും 16 വയസ്സ്, ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി നിങ്ങൾ 16ാമത്തെ വയസ്സിൽ ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്ത് മാറ്റർ ആണെങ്കിലും ലൈറ്റിൻ്റെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് എനർജി ആയിട്ട് മാറും. എനർജിക്ക് ഡെഫിനറ്റ്ലി നോ ഏജ് അല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. പലതരത്തിലുള്ള എനർജി ഉണ്ട്. അത് നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിൽ പോകുകയെന്ന് പറഞ്ഞാൽ ലൈറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് നമ്മൾ മാറും. ഇലക്ട്രോമാഗ്നറ്റിക് വേവോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒന്നായി മാറും. അതിന് ടൈം ടൈം കനോട്ട് ടച്ച് ഇറ്റ്, റൈറ്റ്? അപ്പോൾ എന്നും ഒരേ ഏജിലായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. നമ്മൾ എന്ത് വസ്തുവിനെയും സ്പീഡ് ഓഫ് ലൈറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എനർജി ആയിട്ട് മാറും. E=mc² ഫണ്ട, റൈറ്റ്? അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും സ്പീഡിൽ പോകാൻ തിയററ്റിക്കലി നോട്ട് പോസിബിൾ. നമ്മുടെ ഈ ഫോമിൽ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു കാര്യം ഇവിടെ തന്നെ നമ്മൾ ടച്ച് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഗോസ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റിൻ്റെ സ്പീഡിൽ പോകുന്ന എന്തിനും ടൈം ഒരു ഫാക്ടറല്ല. അതായത് നമ്മൾക്ക് എനർജി ആകാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ, നോട്ട് ദ പോയിന്റ്, നമുക്ക് എനർജി ആകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഒരു 4 ഡയമെൻഷണൽ ബീയിങ് ആയി എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള പല വ്യക്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് ഭാവിയിൽ ഫ്യൂച്ചറിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് പോസിബിളാണ് എന്നുള്ളതാണ്. യെസ്, തിയറിറ്റിക്കലി ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് സയൻറ്റിഫിക്കലി ആൾസോ ഇറ്റ് ഈസ് പോസിബിൾ. ഇഫ് നമുക്ക് അങ്ങനെ ഒരു എനർജി ആകുകയാണെങ്കിൽ നമുക്ക് ടൈമിൽ തിരിച്ചു വരുമോ അപ്പുറത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യാം. അപ്പം നമ്മളൊരു 3 ഡയമെൻഷണൽ ബീയിങ് എന്ന് എന്താണ് നമ്മൾ വി ആർ എലിവേറ്റഡ് ടു 4th ഡയമെൻഷണൽ ബീയിങ്. അതാണ് നമ്മൾ 3 ഡയമെൻഷണൽ ബീയിങ്സിന് ടൈമിൽ വരുത്താൻ പറ്റുന്ന ചേഞ്ച്. അങ്ങനെയാണ് നമുക്കൊരു 4th ഡയമെൻഷണൽ ബീയിങ് ആയിട്ട് മാറാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ എനർജിയാണ്, എല്ലാം എനർജിയാണ്, എല്ലാവരും എനർജിയാണ്, നമ്മൾ നമ്മുടെ എനർജി ലെവലിനെ ഹയറിലേക്ക് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയമെൻഷനിൽ നിന്ന് മറ്റൊരു ഡയമെൻഷനിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ബേസിസിലാണ്, റൈറ്റ്? അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഒരു 4th ഡയമെൻഷണൽ ബീയിങ്, ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിളിൻ്റെ പൂവ് ആകുന്നതും അതിന് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പൂവാകാനും പറ്റും. അതിന് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്നൊക്കെ ഞാൻ 4th ഡയമെൻഷനെ പറ്റി പറഞ്ഞിരുന്നു. അത് ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ 4th ഡയമെൻഷണൽ ബീയിങ് ടൈം ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും പ്രസൻറ്റിലേക്കും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. 5th ഡയമെൻഷനെ പറ്റി നമ്മൾ പറഞ്ഞത് 4th ഡയമെൻഷണൽ ബീയിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനിൽ കൂടെ പോകാമെങ്കിലും 4th ഡയമെൻഷണൽ ബീയിങ്ങിന് ഇപ്പോൾ ഒരു ലൈൻ ഉണ്ടെങ്കിൽ, ടൈം ലൈൻ ഉണ്ടെങ്കിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെങ്കിലും ഒരു ഡിസിഷൻ ചേഞ്ച് വരുമ്പോഴത്തേക്കും റിയാലിറ്റി ഈസ് ചേഞ്ച്ഡ്. പിന്നെ പഴയ റിയാലിറ്റിയുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, അതെല്ലാം ഇറേസ് ചെയ്യപ്പെടും നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5th ഡയമെൻഷന് അത് 4th ഡയമെൻഷൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. 5th ഡയമെൻഷനിൽ പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എപ്പോഴെല്ലാം നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് പുതിയൊരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പുതിയ റിയാലിറ്റി കൂടെ നമ്മൾ മുമ്പോട്ട് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഒരു മാരേജ് ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് വിചാരിക്കുകയാണ് ഈ മാരേജ് എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുറകോട്ട് വരാം, വന്നിട്ട് വേറെ മറ്റൊരാളെ വിവാഹം കഴിക്കാം. അപ്പോൾ പുതിയ ആളുമായിട്ട് ഒരു എന്താ പറയുക, പുതിയ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യും, പഴയ റിയാലിറ്റി കണ്ടിന്യൂ ചെയ്യിക്കാനും അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിന് അത് ചൂസ് ചെയ്യാം, വേണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ 5th ഡയമെൻഷനെ പറ്റി പറഞ്ഞുള്ളത്. നമ്മൾ 6th ഡയമെൻഷനെ പറ്റി കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 5th ഡയമെൻഷൻ്റെ ലിമിറ്റേഷൻ,
അത് 6th ഡയമെൻഷനില്ല. ആ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4th ഡയമെൻഷനിൽ ഇദ്ദേഹം എ എന്ന വ്യക്തിയാണ് കല്യാണം കഴിച്ചതെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞ് ബി എ ആൾ കല്യാണം കഴിച്ചെങ്കിൽ ഇവർ രണ്ട് പാരലൽ റിയാലിറ്റിയിലാണ്. അല്ലെങ്കിൽ 100 പാരലൽ റിയാലിറ്റി പോലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റേ റിയാലിറ്റിയിലേക്ക് ഷോർട്ട് കട്ടുകളോ മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റികളോ ഇല്ല. അത് പാരലൽ യൂണിവേഴ്സ് ആയിട്ടായിരിക്കും നിലനിൽക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ 6th ഡയമെൻഷനിൽ നമുക്ക് ഈ ഷോർട്ട് കട്ട്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഒരു റിയാലിറ്റിയിൽ മറ്റൊരു റിയാലിറ്റിയിലേക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അതിനാണ് ഞാൻ പരശുരാമൻ്റെയും ശ്രീരാമൻ്റെയും എക്സാമ്പിൾ പറഞ്ഞത്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണനും പരശുരാമനും ഒരു കാലത്ത് ജീവിച്ചിരുന്ന കഥകളൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് 6th ഡയമെൻഷണൽ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അവർക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞത്. അവരുടെ കപ്പാസിറ്റി ഒരുപക്ഷെ അതിലും എത്രയോ മുകളിലായിരിക്കാം എന്നാണ് നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പം നമുക്ക് 7th ഡയമെൻഷൻ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഞാൻ ഇനി മെല്ലെ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അപ്പം നമ്മൾ 7th ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 6th ഡയമെൻഷൻ നമ്മൾ എന്താ പറഞ്ഞാൽ നമുക്ക് പാരലലായിട്ട് പല റിയാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. പല റിയാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലായിട്ട് പല യൂണിവേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇതിനുള്ള ലിമിറ്റേഷൻ എവിടുന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ്. ആ ബീയിങ് എവിടെ ഒറിജിനേറ്റ് ചെയ്തോ ആ ഒറിജിനൽ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളിൽ മാത്രമേ ഇതിന് ആക്സസ് ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ടൈമിൽ എപ്പം ഇത് ഒറിജിനേറ്റ് ചെയ്തു ആ ഒറിജിൻ തൊട്ട് ഒരേ ഒറിജിൻ ഉള്ള യൂണിവേഴ്സുകളിൽ മാത്രമേ ഇതിന് ആക്സസ്, ഈ ബീയിങ്ങിന് ആക്സസ് ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഒരു ബിഗ് ബാങ് പറയുകയാണെങ്കിൽ ഈ ബിഗ് ബാങ് നടന്നതിന് ശേഷം ഉള്ള ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട യൂണിവേഴ്സുകളിൽ എല്ലാത്തിലും ഇദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് ഒരു 7th ഡയമെൻഷൻ ബീയിങ്. നമ്മളിപ്പോൾ 8th ഡയമെൻഷണൽ ബീയിങ് നോക്കുകയാണെങ്കിൽ 7th ഡയമെൻഷൻ്റെ ലിമിറ്റേഷൻ എന്താണ്? 7th ഡയമെൻഷൻ്റെ ലിമിറ്റേഷൻ, അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒറിജിൻ പോയിന്റ് മാത്രമേ ഉള്ളൂ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കുക. നമ്മൾ ചിലപ്പോൾ പറയല്ലേ, ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്നോ അല്ലെ ഒരു തലനാരിഴയ്ക്കാണ് എന്തെങ്കിലും സംഭവിച്ചതെന്നൊക്കെ പറയുന്ന പോലെ അതൊരു ഒറിജിൻ പോയിന്റാണ് അല്ലേ. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു റെയിൽവേ ക്രോസ് കടന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രെയിൻ പാസ് ചെയ്തു. ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിലും അവിടുത്തെ റിയാലിറ്റി വേറെയാണ്. അപ്പം അങ്ങനെ ഈ ഒറിജിനെ ഒരു സെക്കൻഡ് പുറകോട്ട് മാറ്റിയാൽ നമ്മുടെ മൂവ്മെന്റ് ഒരു സെക്കൻഡ് പിന്നോട്ട് മാറ്റിയാൽ ഒരുപക്ഷെ അപകടം സംഭവിച്ചിരിക്കാം. അല്ലെങ്കിൽ ഒരു നിമിഷം മുമ്പോട്ടാക്കിയാൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ആ ബിസിനസ് എനിക്ക് ഇന്ന് തുടങ്ങാം, ഒരുപക്ഷെ 3 വർഷം മുമ്പ് തുടങ്ങാമായിരുന്നു. ഈ തുടക്കത്തിന് അനുസരിച്ച് അതിന് ചിലപ്പോൾ ചില ചേഞ്ചുകളൊക്കെ ഉണ്ടാകാം അല്ലേ. ഞാൻ 4 വർഷം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വേറൊരു റിസൾട്ടും ഇന്ന് തുടങ്ങുന്നതിന് വേറൊരു റിസൾട്ടും ആയിരിക്കും കിട്ടുക. ഇതാണ് ആ ഒറിജിൻ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ്. റൈറ്റ്. അപ്പോൾ ഒരേ ഒറിജിൻ പോയിന്റിൽ മാത്രമേ ഉള്ള യൂണിവേഴ്സസിനെ മാത്രമേ ഒരു 7th ഡയമെൻഷണൽ ബീയിങ്ങിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ 8th ഡയമെൻഷണൽ ബീയിങ് ആണെങ്കിൽ അതിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒറിജിനാണെന്ന് ഡസൻറ്റ് മാറ്റർ. എവിടെ വേണമെങ്കിലും ഏതൊക്കെ യൂണിവേഴ്സ് അവൈലബിൾ ആണോ അവിടെയൊക്കെ പ്രസൻ്റായി ഇരിക്കാൻ കഴിയുന്നതാണ് ഒരു 8th ഡയമെൻഷണൽ ബീയിങ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇത് ഒരു പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. പല എക്സാമ്പിളുകളുണ്ട് പുരാണങ്ങളിൽ. നിറയെ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. ഇപ്പം നമ്മൾ 7th ഡയമെൻഷൻ പറഞ്ഞപ്പോൾ നമുക്ക് പറയാവുന്നൊരു കാര്യം, അത് ഒരു മൾട്ടിവേഴ്സ് തന്നെയാണ്. മൾട്ടിവേഴ്സ് വിത്ത് സെയിം ഒറിജിൻ, മൾട്ടിപ്പിൾ യൂണിവേഴ്സ് വിത്ത് സെയിം ഒറിജിൻ. 6th ഡയമെൻഷൻ യൂണിവേഴ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് മൾട്ടിവേഴ്സ് ആണ്, പല യൂണിവേഴ്സ്. റൈറ്റ്. അവിടെ നമുക്ക് വിത്ത് സെയിം ഒറിജിൻ ആണ് 7th ഡയമെൻഷൻ. ഇപ്പം 8th ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വിച്ച്
എന്താ പറയുക, ഏത് ഒറിജിനുള്ള യൂണിവേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് രാമായണത്തിൽ ഒരു പ്രത്യേക സംഭവത്തെ വിവരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമന് ത്രേതായുഗത്തിൻ്റെ അവസാനത്തിൽ ലോകം പിടിയേണ്ട തീരുമാനം എടുക്കുന്ന സമയത്ത് ഹനുമാൻ അതിന് അനുവദിക്കുന്നില്ല. തൻ്റെ എന്താ പറയുക, രാജാവിനെ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ യമന് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കുന്നില്ല. അവിടെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ശ്രീരാമൻ സംബന്ധിച്ചിടത്തോളം അറിയാം, ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രളയം വരണം, ഇത് ഡിസ്ട്രോയ് ആകണം, അത് കഴിഞ്ഞിട്ട് ഇനിയും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത് ശ്രീരാമൻ അറിയാം. പക്ഷേ ഹനുമാൻ യമനെ തടഞ്ഞു നിർത്തുന്നതായിട്ടൊരു കഥ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഒരു മോതിരം എടുത്ത് ഒരു ക്രാക്കിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഹനുമാനോട് അതെടുത്തിട്ട് വരാൻ പറയും. അന്നേരം ഹനുമാൻ ആ ക്രാക്കിൽ കൂടെ വളരെ ചെറുതായിട്ട് അദ്ദേഹം തൻ്റെ ശരീരം ചെറുതാക്കി ആ ക്രാക്കിൽ കൂടെ താഴോട്ട് പോവുകയാണ്. പോയി 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 പാതാള ലോകത്തെത്തുമ്പോൾ അവിടെ വാസുകിയുണ്ട്. വാസുകി എന്ന് പറഞ്ഞാൽ ഒരു നാഗരാജാവാണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുമുള്ള ഒരു നാഗരാജാവാണ്. അദ്ദേഹത്തിനടുത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മോതിരങ്ങൾ കിടക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് ഹനുമാൻ എന്തോ ഡിഫറൻസ് തോന്നുന്നു. ഒരുപാട് മോതിരങ്ങൾ ഇങ്ങനെ കൂന കൂടി കിടക്കുന്നു. അപ്പോൾ ഹനുമാൻ വാസുകിയോട് ചോദിക്കുകയാണ്, ഇതെന്താണെന്ന് ചോദിക്കുമ്പം വാസുകി ലോകത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് ഇത് പല സൈക്കിളുകളിൽ, പല യൂണിവേഴ്സുകളിൽ ഇതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടുന്നൊക്കെ രാമൻ മോതിരം ഇട്ടിരിക്കുന്നു. ആ മോതിരങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അവിടെ അത്രയും ഹനുമാന്മാരും വന്നിരിക്കുന്നു. ഇതൊരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഹനുമാൻ ചിരഞ്ജീവിയാണ്. ഹനുമാന് വേറുള്ള ലോകങ്ങളിലേക്ക്, യൂണിവേഴ്സുകളിലേക്ക് ആക്സസ് ഇല്ല, അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ശ്രീരാമന് അത് അവിടെ അറിയാം എന്നുള്ളതാണ് ആ മൾട്ടിവേഴ്സ് തിയറിയിൽ പറയുന്നത്. ഇതുപോലെ തന്നെ ബ്രഹ്മാവിനും ശ്രീകൃഷ്ണനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ത്രേതായുഗത്തിലെ പാട്ടിൽ കാണുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരിക്കൽ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി ബ്രഹ്മാവ് ദ്വാരകയിൽ വരുന്നു. ദ്വാരകയിൽ വരുമ്പോൾ ബ്രഹ്മാവ് പുറത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാനുള്ള പെർമിഷൻ ചോദിക്കുന്നു. അപ്പം കാവൽക്കാരൻ ഉള്ളിൽ പോയിട്ട് ശ്രീകൃഷ്ണനോട് പറയുമ്പോൾ ഏത് ബ്രഹ്മാവാണ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പുറത്തു പോയിട്ട് ബ്രഹ്മാവിനോട് കാവൽക്കാരൻ ചോദിക്കും, ഏത് ബ്രഹ്മാവാണ് വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. 4 തലയുള്ള ബ്രഹ്മാവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഉള്ളിൽ വന്ന് കാവൽക്കാരൻ പറയുന്നു ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉള്ളിൽ വരുമ്പോൾ ഇദ്ദേഹം എന്താ പറയുക, വന്ന് ഇരിക്കാൻ പറയുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ അങ്ങ് ചോദിക്കാൻ കാരണം, ഏത് ബ്രഹ്മാവെന്ന് ചോദിക്കാൻ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിന് താനല്ലാതെ വേറെ ബ്രഹ്മാക്കളെ കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കംപ്ലീറ്റ് തെറ്റാകാൻ വഴിയുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണൻ വാക്കുള്ള ബ്രഹ്മാവുകളെ വിളിക്കുന്നതായിട്ടും അവിടെ 100 തലയുള്ള ബ്രഹ്മാവ്, അത്രയും വലിയ യൂണിവേഴ്സിനെ നോക്കാൻ കഴിവ് വേണ്ട ബ്രഹ്മാവ്, 10,000 തലയുള്ള ബ്രഹ്മാവ്, 1,00,000, 1 ബില്യൺ തലയുള്ളത് ബ്രഹ്മാവ് വരെ ഉണ്ട്. അപ്പം അതിൽ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ യൂണിവേഴ്സിലെ ബ്രഹ്മാവാണ് അവിടെ നമ്മുടെ കാലഘട്ടത്തിലുള്ള ബ്രഹ്മാവായിട്ട് നമ്മുടെ സൈക്കിൾ, അതായത് ഒരു
കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കലിയുഗം എന്ന് പറയുന്ന ഈ സൈക്കിളിൽ വന്നിട്ടുള്ള ബ്രഹ്മാവ്. അങ്ങനെ ബ്രഹ്മാവ് ശ്രീകൃഷ്ണനെ തൊഴുതിട്ട് പോകുന്നതായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതും ഒരു മൾട്ടിവേഴ്സിന് എക്സാമ്പിളാണ്. ഇതല്ലാതെ ഗരുഡ പുരാണത്തിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം മൾട്ടിവേഴ്സിൽ ആക്സസ് ഉള്ളവരുണ്ട്. പല യൂണിവേഴ്സിലും ഒറിജിൻ ഒരുപോലെ അല്ലാത്ത പല യൂണിവേഴ്സിലും ആക്സസ് ഉള്ള ഹയർ ഡയമെൻഷനിലുള്ളവരുണ്ട്. അതിലും താഴെ ഡയമെൻഷനിലുള്ളവരും ഉണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഈശ്വരന്മാർ, അപ്പോൾ എല്ലാവരും ഈശ്വരന്മാരെല്ലാവരും ഹയർ ഡയമെൻഷനിലാണെന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് നമ്മൾ പറയുന്നത്. അതിപ്പം ക്രിസ്തു ആണെങ്കിലും അള്ള ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ദൈവങ്ങളാണെങ്കിലും അവരെല്ലാം ഹയർ ഡയമെൻഷനിലാണ്. ആ ഡിസ്കഷനാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ 9th ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 9th ഡയമെൻഷനിൽ ഈ ഹയർ ബീങ്സ് ഉണ്ട്. ആ ഹയർ ബീങ്സിനുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏത് 9th ഡയമെൻഷൻ തൊട്ട് ഏത് ഡയമെൻഷൻ താഴെയുള്ള ഏത് ഡയമെൻഷനിലേക്കും ഉള്ളവരുടെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. 9th ഡയമെൻഷനിലുള്ളവരുടെ കൂടെ തന്നെ അവർ ജീവിക്കാൻ പറ്റും. പക്ഷെ അവരുടെ പ്രസൻസ് വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അതേപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, 8th ഡയമെൻഷനിലുള്ളവർ എല്ലാവരും തന്നെ എനർജിയാണ്. അവർക്ക് ഫോമില്ല. അവർക്ക് ഏത് ഫോം വേണമെങ്കിലും എടുക്കാം. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഫോമില്ലെന്ന് പറയാമല്ല, ഏത് ഫോം എടുക്കുന്നതിന് നമുക്ക് ഫോമില്ലെന്ന് പറയാം, അല്ലെങ്കിൽ എനർജിയാണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ടി വിയിലൊക്കെ ഒരാൾ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒരാളെ കാണുന്നു, അത് ഞാനല്ല, എൻ്റെ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അതേപോലത്തെ ഒരു ആസ്പെക്റ്റാണ് 8th ഡയമെൻഷനിൽ കാണാൻ പറ്റുക. നമ്മളൊക്കെ വീഡിയോ എടുത്ത് അയക്കുകയാണെങ്കിൽ അത് നമുക്ക് 8th ഡയമെൻഷനിൽ ബീങ് ആണെന്ന് പറയാൻ പറ്റും. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. എനർജിയാണ്. 9th ഡയമെൻഷനിലാണെങ്കിൽ അവരെ എനർജിയാണ്, ഡെഫിനറ്റ്ലി അവർ എനർജിയാണ്. പക്ഷെ ആ എനർജിയെ ഡിറ്റക്ട് ചെയ്യാൻ വേറെ ആർക്കും കഴിയാതെ ഇരിക്കാനുള്ള പവർ കൂടെ 9th ഡയമെൻഷണൽ ബീങ്സിനുണ്ട്. ഈ 10th ഡയമെൻഷണൽ ബീങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ദ പെർഫെക്റ്റ് ഗോഡ്, അത് പൂർണ്ണത, ഇൻഫിനിറ്റി, അൾട്ടിമേറ്റ് എന്നെല്ലാം പറയുന്നത് 10th ഡയമെൻഷനാണ്. അത് ഗോഡ്സ് റിലമാണ്. അതിനേക്കാളും കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10th ഡയമെൻഷൻ വരെയാണ് നമുക്ക് അവരുടെ കപ്പാസിറ്റിയെ പറ്റി പറയാനോ ബീങ്സിനെ പറ്റി പറയാനോ പറ്റുന്നത്. ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ 4th, 5th, 6th ഡയമെൻഷനൊക്കെ പല തിയറികളും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് തിയറി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ 4th ഡയമെൻഷൻ, 5th ഡയമെൻഷൻ എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട് എക്സ്പെരിമെൻറ്റുകളിലൂടെ. നമ്മൾ സ്ട്രിങ് തിയറിയെ പറ്റി പറഞ്ഞിരുന്നു, സൂപ്പർ സ്ട്രിങ് തിയറിയെ പറ്റി പറഞ്ഞിരുന്നു, എം തിയറിയെ പറ്റി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 11th ഡയമെൻഷൻ ഒരു കോൺസെപ്ഷ്യലായിട്ട് സ്ട്രിങ് തിയറിയിൽ പറയുന്നുണ്ട്. വളരെ നാനോ സൈസ് സ്ട്രിങ്സിനെ കുറിച്ച് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഹൈലി മാത്തമാറ്റിക്കലാണ്, ഹൈപ്പോത്തറ്റിക്കലാണ്. അതിൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ, ഇങ്ങനെ ഒരു മിസ്റ്റിക്കൽ എക്സ്പ്ലനേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്കതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസും എവിടുന്ന് എടുക്കാനും പറ്റിയിട്ടില്ല. ഒരു പക്ഷേ എനിക്കത് ലഭിക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല ഇടങ്ങളിലും 26th ഡയമെൻഷൻ വരെ ഉണ്ട് എന്നും പല കേപ്പബിലിറ്റി ഉണ്ടെന്നും കുറച്ച് യൂട്യൂബ് ചാനൽസിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് കൺവീനിയൻസ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാകുന്ന തരത്തിലോ ഇതുവരെ ആയിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനിയും ഇതിലെന്തെങ്കിലും പോയിൻ്റൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് ഞാനിത് വീഡിയോ പിന്നെ കണ്ടിട്ട് ഏതെങ്കിലും പോയിൻ്റൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു വന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.